ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടൊന്ന് പൊക്കി നോക്കാം, മീൻ വല്ലതും ഉണ്ടോന്ന് നോക്കാം. ദേ മഞ്ഞക്കൂരിയ ഉണ്ടോ? നമുക്ക് തുറന്നിടാം. ശ്രദ്ധിച്ചില്ല, കൈ പോവും. കാര്യമുണ്ടല്ലേ? ഒരു കാര്യമുണ്ട്. മഞ്ഞക്കുരിയാണ്. മഞ്ഞക്കുരി നമ്മുടെ മറ്റേ ചില്ലാനാണ്. ഏതായാലും അടിപൊളി ഐറ്റംസ്. നമ്മൾ കൂട് ഏതായാലും വെച്ചത് മോശമായില്ല. മഞ്ഞക്കുരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതേ നമ്മൾ കൂട് എടുത്തോണ്ട് പോകുന്നില്ല. നമ്മൾ ആ കൂട് വീണ്ടും ഇവിടെ തന്നെ വെക്കുക. ഒരാരകം കയറി ഉടക്കി. ചില്ലാന് വേണ്ട, ചില്ലാൻ കയറി വല കയറി ഉടക്കിയിരിക്കുക. നമ്മൾ എടുത്തില്ലെങ്കിൽ വലിയ ചില്ലാന്, നമ്മുടെ നാടൻ ചില്ലാന്. അത് ചാകത്തില്ല. ഇനിയും പിന്നെ വന്നെടുക്കാം. എന്തായാലും നമ്മൾ ഈ കൂട് ഇവിടോട്ട് തന്നെ ഇടുക. ഒരു കൂട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എടുക്കാം. ഇതിനകത്ത് മീന, ഇതിനകത്ത് ചൂളിയൊക്കെ, ചൂളിയും കുറുവായും ഒക്കെ എല്ലാ മീനും ഉണ്ട്. എല്ലാ മീനും ഉണ്ട്. വള്ളം ചെറുതായതുകൊണ്ട് എല്ലാം മുഴുത്ത തൂളിയ തോന്നുന്നു. കുറുവ വള്ളത്തെ നല്ല രസമുണ്ട് കാണാൻ. നോക്കാം. ഭയങ്കര പെരുത്ത തൂളി. നമുക്ക് അടുത്ത കൂട് നോക്കാം. തൂളി കിടന്ന് ചാടിയിട്ട് നമ്മുടെ ദേഹത്ത് മുഴുവൻ വെള്ളമായി. ചെമ്മീനുണ്ടല്ലേ? ചെമ്മീൻ ഇത്തവണ കുറവാണ്. ചുമ്മാതെ കൂട് ഇട്ടിരിക്കുക. തൂളിയ രണ്ട് തൂളിയുണ്ട്. രണ്ട് തൂളി ഒരു കുറുവായി. നമ്മളാ രണ്ട് തൂളിയും കൂടെ അവിടെ വെച്ച് ഇനിയിപ്പോൾ നമ്മുടെ വള്ളത്തിലിട്ട ഈ തൂളിയൊക്കെ ചത്തുപോകും. പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല. അപ്പോൾ നമുക്ക് അടുത്ത കൂട് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകും.
നമ്മളെ ഈ കൽക്കെട്ടിന്റെ സൈഡിലൊരു കൂട്. നമ്മള് ഇതിനകത്ത് ആരകനാണ്. ഇത് കണ്ടോ? ഇറങ്ങിപ്പോവും ആരകൻ. നല്ല ആര് മുഴുത്ത ആരകൻ. നല്ല ഡിസൈനും. അടുത്ത കൂട് ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. വേണ്ട ഇതാ കൂട്. ഇതിനകത്തൊരു തമ്മായാണ്. രണ്ടെണ്ണം ഉണ്ട്. ചെറുതല്ല, അച്ചേമ്പല്ലി. ഈ തമ്മായിക്ക് ഞങ്ങളുടെ ഇവിടെ തമ്മ എന്നാ പറയുന്നത്. മറ്റുള്ള സ്ഥലത്ത് അതിന് വേറെ പേരുണ്ട്. എന്തായാലും ആ പേരറിയാവുന്നവരൊന്ന് നിങ്ങളുടെ അവിടെ എന്താ പേരായി തമ്മായിക്ക് പറയുന്നത് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത കൂട് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഈ ചൂളിയുടെ വലിപ്പം കൊണ്ട് ചൂളിയൊക്കെ ചത്ത്. തമ്മ എടുത്ത് ചാടുന്നുണ്ട്. ചാടിപ്പോ. നമുക്ക് ഈ കൂടുന്ന ഒക്കെ നോക്കാം. അയ്യോ, ഇതിനകത്ത് കാരിയാ. വേണ്ടോ? അരി മുഴുവൻ ചത്തുപോയി. അഴുക്ക് വെള്ളമോ, അതുകൊണ്ട് ആ കാരി ചത്തത്. സൂപ്പർ മഴ. വേണ്ടോ? അടിപൊളി കാര്യമായിരുന്നു, പക്ഷെ ചത്തുപോയി. ഇവിടെ അഴുക്ക് വെള്ളമോ, അതുകൊണ്ടാണ് വിഷയം. കാരി ചാകുന്നത് ഈ കൂട് താന്നുപോയി, അതുകൊണ്ടാണ് കാരി ചാകുന്നത്. അല്ലെ പൊങ്ങിയിരിക്കുകയാണെങ്കിൽ കാരി ചാകത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത കൂടൊന്ന് നോക്കാം. രാവിലെ നല്ല മഴ. ഇവിടെ നമ്മുടെ ഒരു കൂടുണ്ട്. ഇതിനകത്തും കാരിയാണ്, പക്ഷെ മുഴുവൻ കാരി മുഴുവൻ ചത്തുപോയി. കണ്ടോ? ഒരു മഞ്ഞക്കൂരിയുണ്ട്, കാരി മുഴുവൻ ചത്തുപോയി.
അതോ നല്ല പെരുത്ത കാര്യ. കാരി കാരി ചത്തുപോയത് ഇപ്പം എന്ത് ചെയ്യാനൊക്കെ പോട്ടെ. ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്, അതുകൂടെ നോക്കാം. ഇതിനകത്തെ കരി ചത്തിട്ടില്ല, ജീവനുണ്ട്. ഒരു മഞ്ഞക്കുരിയുണ്ട്. എല്ലാം മുഴുത്ത കാര്യമാണ്. മഞ്ഞക്കുരി ഇവിടെ വലയിൽ ഉടക്കിയിരിക്കുക. തീരുത്ത കാര്യം. എനിക്ക് കിട്ടിയ സമയം കൊണ്ടത് ഓടിപ്പോയി. വള്ളത്തെ വെള്ളമുള്ളത് കൊണ്ട് നമ്മൾ ഈ തോട്ടിൽ 2 കൂട് വെച്ചിട്ടുണ്ട്. നോക്കാം. ആണ് ഇതിനകത്തെ മീന്, എല്ലാ മീനും ചത്തി കിടക്കുക. വെള്ളം അഴുക്കായിട്ട്. നമ്മൾ കൂടെ അഴിക്കുന്നതിന് മുമ്പേ ഇവിടെ കാണാം. മുഴുവൻ മീനും ചത്ത്. അയ്യോ, ഇത് മാത്രം കുറവായ. ഇത് നേരെ ചീഞ്ഞിട്ടില്ല. എല്ലാം നല്ല എല്ലാം നല്ല മുഴുത്ത കുറുവായ. എല്ലാ മീനും ചത്തുപോയി. ഒരു കൂടുണ്ട്, നമുക്ക് അതുകൊണ്ട് എടുക്കാം. ഇതിനകത്ത് മീൻ കാണുന്നുണ്ട്, ചത്ത് കിടക്കുക. കാരിയായി ഇതിനകത്ത്, അതും ചത്ത് കിടക്കുക. കണ്ടോ, നല്ല മുഴുത്ത കാര്യം. നമ്മളൊക്കെ കാരി മുഴുവൻ ചത്തുപോയി. മാത്രം ഒരു വിഷയമായിരിക്കും. ഇപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്നൊക്കെ കാണാം. ഓക്കെ, നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് അവനെ ഒന്ന് ഉണ്ടോ
പിന്നെ മീൻ എന്തുമാത്രം കിട്ടിയെന്നൊക്കെ നോക്കാൻ വന്നതാ. ഇത് കണ്ടോ, നല്ല പെരുത്ത കാര്യമാണ് ചത്തുപോയത്. ഇവരും കാര്യം എല്ലാം ചത്തുപോയി. എത്ര മീനാണ് നമുക്ക് ഇന്ന് അല്ലേ? ആ കോതിലുണ്ടല്ലോ അല്ലേ? ഇവിടെ വന്ന് മീൻ വന്ന് കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ മീൻ ഇന്ന് നമുക്ക് കിട്ടി. കണ്ടില്ലേ, ഇതിനകത്തെ ചാകാത്ത മീനെയൊക്കെ നമ്മൾ ജീവനോടെ നമ്മുടെ കൂട്ടിനകത്തിടും. മറ്റുള്ള മീനൊക്കെ നമ്മൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇത്രയൊക്കെയാണ്. കണ്ടോ, തൂളിയുണ്ട്, കാരി, മഞ്ഞക്കൂരി, എല്ലാ മീനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ അമ്മിണി വന്നിരുന്ന് കരയുന്നുണ്ട്. നമുക്കൊക്കെ അവൾക്കൊരു മീൻ കൊടുക്കും. അമ്മിണിയല്ല, കാത്തു. അമ്മിണിയൊക്കെ പോയി. എടുത്ത് ഞാശാനത് പോയി തിന്നോളൂ. ഈ കാര്യൻ്റെ വലുപ്പമുണ്ട്. ഇത്തിരി കാര്യമാണ്. ഇല്ല, ഇത് ചത്തു പോവുകയും ചെയ്യും.